സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷനെ കുറിച്ചാണ് കേട്ടോ. ഫ്രാക്ഷൻ. ആർക്കെങ്കിലും ശബ്ദം എന്തെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് ഇടണം കേട്ടോ. അല്ലാതെ എനിക്ക് അറിയാൻ പോകുന്നില്ല. മെസ്സേജോ അല്ലെങ്കിൽ ക്ലാസ് കട്ടാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക തന്നെ വേണം. നിങ്ങളുടെ സ്ക്രീൻ എനിക്കിവിടെ കാണില്ല കേട്ടോ. അത് കാരണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അൺമ്യൂട്ട് ആക്കിയിട്ട് പറയുക. പ്ലസ് ക്ലാസ് കട്ടായി പോയി അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വിളിക്കണം. ഓക്കെ, ജസ്റ്റ് അൺമ്യൂട്ട് ആക്കിയിട്ട് ഓക്കെ മാത്രം ഒന്ന് പറയൂ. ആ, കിഷാൻ, അവന്തിക കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ആ, ശരി. അപ്പോൾ ഫ്രാക്ഷൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ എഴുതുന്നു, അതിൻ്റെ താഴെ ഒരു വരയിട്ടിട്ട് ഇനി ഒരു നമ്പർ എഴുതുന്നു. ഈ രൂപത്തിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രാക്ഷൻ എന്ന്. ഓക്കെ, ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട് നമുക്ക്. എത്ര ടൈപ്പാണ്? 3 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെ ഫ്രാക്ഷൻ എന്ന് നോക്കുമ്പോൾ ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. പ്രോപ്പർ ഫ്രാക്ഷൻ. ഇപ്പോൾ ഇതെങ്ങനെ എഴുതുന്നില്ലേ, ഇതിന് മീനിങ് എന്താണെന്ന് അറിയോ? ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നു 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. ഓക്കെ, 4നെ 2 കൊണ്ട് ഹരിക്കൂ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ എഴുതേണ്ടതെന്നറിയോ? 4 ഈ ഡിവിഷന് പകരം നമ്മളൊരു വരയിട്ട് കൊടുക്കണു, താഴെ ഈ 2 ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആദ്യം എഴുതും. പിന്നെ ഇതിൻ്റെ പേരെന്താ? ഡിവിഡൻ്റ് ആണോ, ഡിവൈസർ ആണോ, റിമൈൻഡർ ആണോ, എന്താണിത്? പറഞ്ഞു തന്നിട്ടുണ്ട് കിഷാനും അവന്തികയ്ക്കും. എന്തായിരുന്നു ഇത്? ഡിവിഡൻഡ് ആണ് കേട്ടോ. ഡിവിഡൻഡ്. എന്താണ്? ഡിവിഡൻഡ്. ഡിവിഡൻഡ്. ഇവിടെ നമ്മൾ ഒരു സാധനം എഴുതില്ലേ, ഇപ്പം 2 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 നമ്മളിവിടെ എഴുതില്ലേ, ഇതിനെന്താ പറയാ? ഡിവൈസർ. യെസ്, കറക്റ്റ്, ഡിവൈസർ. ഇനി 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നോക്കൂ, 4 എഴുതി, ഡിവിഡൻഡ് എഴുതി, 2 ഡിവൈസർ എഴുതി. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക, ഹരിക്കാൻ പോവുക കേട്ടോ. 4ൽ 2 എത്ര തവണയുണ്ട്? ദിയ കുട്ടി പറയൂ, ദിയ പറയൂ. 4ൽ 2 എത്ര തവണയുണ്ട്? എന്ത് ചെയ്യണം? നമ്മൾ ടേബിൾ പഠിച്ചിരിക്കണം കേട്ടോ. ടേബിൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. 1 2s are 2, 2 2s are 4 അല്ലേ? ആ, അപ്പോൾ ഈ 4ൽ 2 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. 4ൽ 2 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. ആ, ഇനി 16ൽ 2 എത്ര തവണയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 തവണയുണ്ട്. 16ൽ 2 എത്ര തവണയുണ്ട്? 8 തവണയുണ്ട്. ആ, അതേപോലെ 24ൽ 2 എത്ര തവണയുണ്ടെന്ന് ചോദിച്ചാൽ 12 തവണയുണ്ട്. ശരി, ഞാൻ ചോദിക്കാം, 10ൽ 2 എത്ര തവണയുണ്ട്? അവന്തിക പറയൂ. കിഷാൻ പറയൂ, 10ൽ 2 എത്ര തവണയുണ്ട്? എത്ര ടൈംസ്? മനസ്സിലായില്ല, പറയൂ, ഉറക്കെ പറയൂ. അല്ലടാ, 10ൽ 2 എത്ര തവണയുണ്ട് എന്ന്. ഇവിടെ എന്ത് വരുന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് നമ്പർ കൊണ്ട് 2നെ മൾട്ടിപ്പിൾ ചെയ്താലാ നമുക്ക് 10 വരിക? 2ന്റെ ടേബിൾ പറഞ്ഞു നോക്കൂ. 5. 5 2s are 10. ഇനി 18ൽ എത്ര തവണ ഉണ്ടാവും 2? ഇവിടെ എന്താ എഴുതി കൊടുത്താലാണ് നമുക്ക് 18? 8 ആണോ? 8 അല്ലല്ലോ. 9 2s are 18. കിഷാൻ മനസ്സിലാവുന്നുണ്ടോ? ഇനി 20ൽ എത്ര ടൈംസ് ഉണ്ടാവും കിഷാൻ? 2 എത്ര ടൈംസ് ഉണ്ട് 20ൽ? 10. യെസ്, കറക്റ്റ്. ഇനി ഞാൻ മറ്റേ അവന്തിക പറയൂ, 14ൽ 2 എത്ര തവണയുണ്ട്? 7. ദിയക്കുട്ടി പറയൂ, 12ൽ 2 എത്ര തവണയുണ്ട്? 7. ടേബിളിന്റെ ടേബിൾ പറയൂ, 2ന്റെ ടേബിൾ പറയൂ. 1 2s are 2, 2 2s are 4, 3 2s are 6,
എനിക്ക് മലയാളത്തിൽ പറയാനേ ആ കിട്ടുള്ളൂ. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു, യാതൊരു വിരോധവും ഇല്ല. 2 2 24 3 2 6 4 2 8 5 2 10 6 2 12 യെസ് 7 2 സ്റ്റോപ്പ്. ഇവിടെ 12 അല്ലേ? അപ്പൊ ഇവിടെ എന്തിട്ടാലാണ് എനിക്ക് ഇവിടെ 12 കിട്ടുള്ളൂ? 6. 6. സൂപ്പർ. നിങ്ങൾക്ക് ഇപ്പൊ മലയാളം അറിയണോ ഇംഗ്ലീഷ് അറിയണം എന്നില്ല, നമുക്ക് കാര്യം പിടുത്തം കിട്ടിയാൽ മതി കേട്ടാ. ഇപ്പൊ 2ന്റെ ടേബിൾ എല്ലാവർക്കും അറിയാവോ? അറിയാം. ശരി, ഇപ്പൊ ദിയ പറഞ്ഞ പോലെ അവന്തിക ഒന്ന് പറഞ്ഞ 2ന്റെ ടേബിൾ പറയൂ. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 10 2s are 20. കിഷാൻ 1 2 2 7 2 4 3 2 6 5 2 4 2 8 10 6 2 12 7 2 14 8 2 16 9 2 18 18 12 20. ഓക്കെ സൂപ്പർ. 3 പേർക്കും 2ന്റെ ടേബിൾ അറിയുന്നുണ്ട്. ഗുഡ്. അപ്പൊ ഇനി പറയാം. ഇവിടെ 4 ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ 2 വന്നിരിക്കുന്നത്. 4-ല് 2 എത്ര തവണ ഉണ്ടാവും? 2 തവണ. സൂപ്പർ. 2 2s are 4. ഇവിടെ 4 വന്നില്ലേ? നമ്മൾ ഈ നമ്പറിന് ഈ നമ്പറിന് മൈനസ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ മൈനസ് സിമ്പിളാണ് ഇടുക. 4-ന്ന് 4 പോയാൽ എത്രയാ വരിക? ഇവിടെ 4-ന്ന് 4-നെ കുറച്ചാൽ ഇവിടെ 0 വരും. ഇപ്പം ഞാൻ പറയാണ്, ഒന്നുകൂടി നന്നായി എഴുതി വെച്ചോളൂ. നോട്ടും പേനയും എപ്പോഴും കയ്യിലുണ്ടാവണം കേട്ടോ, കൈവശം ഉണ്ടാവണേ. പറയുന്നതൊക്കെ അപ്പം എഴുതി വെക്കണേ. സോ ഫ്രാക്ഷന് നിങ്ങൾ ടോപ്പിക് എഴുതുക. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ ഒരുവിധം എഴുതിയെടുക്കും. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ പേര് ന്യൂമറേറ്റർ എന്നാണ് പറയാ. ന്യൂമറേറ്റർ. ഇത് ഡിനോമിനേറ്റർ. സ്പെല്ലിംഗ് ഒന്നുകൂടി എഴുതാ. ന്യൂമറേറ്റർ. DENOMINATOR. ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ. താഴെ വരുന്നത് ഡിനോമിനേറ്റർ, മേലെ വരുന്നത് ന്യൂമറേറ്റർ എന്നാണ് പറയാ ഇംഗ്ലീഷിൽ കേട്ടോ. ന്യൂമറേറ്റർ മേലെ, താഴെ ഡിനോമിനേറ്റർ. ഓക്കെ. അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഫ്രാക്ഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക സ്ട്രക്ചർ. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ഫ്രാക്ഷൻ പറഞ്ഞാൽ എത്ര ടൈപ്പ്? 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഓക്കെ. മൂന്നാമത്തത് മിക്സഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഈ 3 ഉണ്ട്. 3 ടൈപ്പാണ് മെയിനായിട്ട് ഈ ഫ്രാക്ഷനിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ടോപ്പിക് കംപ്ലീഷൻ ഓരോരോ ആഴ്ചയിൽ ഞാൻ എഴുതിയിടും. ഇപ്പോൾ കിഷാനാണ് ആദ്യം ജോയിൻ ചെയ്തത്, അവന് കുറച്ച് പോർഷൻസൊക്കെ കഴിഞ്ഞ്. അതേപോലെ അവന്തിക നെക്സ്റ്റ്, പിന്നെ ദിയയുടെ ആദ്യത്തെ ക്ലാസ്സാണ് ഇത് അല്ലേ ദിയ? ആദ്യത്തെ ക്ലാസ് അല്ലേ ഇത്? ആണ്. ഓക്കെ. അപ്പോൾ ദിയ വൃത്തിയായിട്ട് നോട്ട് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ മറ്റേ മെൻ്റൽ എബിലിറ്റിക്ക് ഒരു നോട്ടും അതേപോലെ മാത്സിന് ഒരു നോട്ടും കീപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ഇംഗ്ലീഷിന് ഒരു നോട്ടും കീപ്പ് ചെയ്യണം. ഇംഗ്ലീഷിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നാൾ ഫോട്ടോ അയച്ചില്ലേ, അത് ഒരു വാക്ക്, ഇപ്പോൾ ആദ്യത്തെ വാക്ക് എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ സ്പീഡാണെന്ന് വെച്ചോളൂ. സ്പീഡിൻ്റെ സിനാനിംസ് ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്പീഡിൻ്റെ സിനാനിം പെട്ടെന്ന് കിട്ടില്ല നിങ്ങൾക്ക്. സ്പീഡ് പറഞ്ഞാൽ ഫാസ്റ്റ് എന്നും പറയാം. ഞാനിവിടെ എഴുതാൻ വേണമെങ്കിൽ കേട്ടോ നിങ്ങൾക്ക്. സ്പീഡിൻ്റെ സിനാനിം പറഞ്ഞാൽ മീനിങ് ആണ്. മീനിങ് പറഞ്ഞാൽ അർത്ഥം. ഫാസ്റ്റ് എന്ന് പറയുന്നത് അർത്ഥമാണ്. ഓക്കെ. അപ്പോൾ സിനാനിം പറഞ്ഞാൽ ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുക. ആൻറ്റാനിയം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്. സ്പീഡിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്പീഡിൻ്റെ ഓപ്പോസിറ്റ് ഇല്ല, സ്ലോ ആണ്. സ്പീഡിൻ്റെ ഓപ്പോസിറ്റ് സ്ലോ.
ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ അന്ന് അയച്ചു തന്നത്. അത് വൃത്തിയായിട്ടുള്ള നോട്ടിൽ എഴുതി വെക്കുക, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചെടുക്കുക. നമുക്ക് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 6:30 തൊട്ട് 7 മണി വരെ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു 6 മണിക്കൊക്കെ എണിക്കണം. എണിച്ച് കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. സോ 6 മണിക്ക് എണിച്ചിട്ട് റെഡി ആയിട്ട് നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ വന്ന് ഇരിക്കുക. 6:30 6:30 തൊട്ട് 7 മണി വരെ ക്ലാസ്. 7 മണിക്ക് ഷാർപ്പായിട്ട് ഞാൻ നിർത്തും. അപ്പോൾ ആരിനും ഞാൻ വെയിറ്റ് ചെയ്യില്ല. 6:30 എന്ന് പറഞ്ഞാൽ 6:30 ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഉറങ്ങി എണിച്ച് വന്ന് അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഫ്രഷായിട്ട് പറ്റിയെങ്കിൽ കുളിച്ചിട്ട് വൃത്തിയായിട്ട് വേണം വന്നിട്ട് ഇരിക്കാൻ. അപ്പോഴാണ് നമ്മുടെ മൈൻഡിലേക്ക് നന്നായിട്ട് കയറുക പഠിക്കണതൊക്കെ. 6:30 to 7 ഒരു ഹാഫ് ആൻ അവർ മാത്രമാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഡെയിലിയും ഉണ്ടാവും. അപ്പോൾ എന്താവും, നിങ്ങൾ ഡെയിലിയും പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉഷാറുണ്ടാവും. പഠിച്ചതൊക്കെ നല്ല റീകളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വൈകുന്നേരത്തിൽ മിസ്സിന് പറ്റുന്ന ദിവസം മാത്രം വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും. ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ഞാൻ വെക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മടി കൂടാതെ അന്നന്ന് പഠിക്കുന്നത് ഒന്നും കൂടി റീകളക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. സോ മെൻ്റൽ എബിലിറ്റിക്ക് ഒരു നോട്ട്, മാത്സിന് ഒരു നോട്ട്, ഇംഗ്ലീഷിൽ ഒരു നോട്ട്. ഇംഗ്ലീഷിലെ നോട്ട് ഞാൻ അയച്ചു തന്നില്ലേ, അത് വൃത്തിയായിട്ട് എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം. എഴുതിയതിൻ്റെ ശേഷം എഴുതിയെടുക്കുക, എന്താ മീനിങ് എന്താ അതൊക്കെ എഴുതിയെടുത്തതിൻ്റെ ശേഷം. കിഷാൻ്റെ വീട്ടിൽ ഡിക്ഷണറി ഉണ്ടോ? കിഷാൻ ഇല്ല ഇല്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് പോക്കറ്റ് ഡിക്ഷണറി മേടിച്ചു തരാൻ പറയും. മലയാളത്തിൽ ഉള്ളത്, ഇംഗ്ലീഷും മലയാളവും ഉള്ള ഡിക്ഷണറി ഉണ്ടാവും കുഞ്ഞത്. അതൊന്ന് മേടിച്ചു തരാൻ പറയും കേട്ടോ. അങ്ങനെ മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യേണ്ടി വരും. മൊബൈൽ യൂസ് ചെയ്യണത് മിസ്സിന് അത്ര ഇഷ്ടമല്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല മൊബൈൽ അധികം യൂസ് ചെയ്യണത്. അപ്പോൾ പോക്കറ്റ് ഡിക്ഷണറി ആണെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം എന്തായാലും. അവന്തികയുടെ കയ്യിലുണ്ടോ ഡിക്ഷണറി? അവന്തിക, ദിയയുടെ കയ്യിലുണ്ടോ ഡിക്ഷണറി? ആരുടെ അടുത്താ അത്? അവന്തികയുടെ അടുത്താ? ദിയൻ്റെ അടുത്ത്. ദിയൻ്റെ അടുത്ത് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അച്ഛൻ്റെ അടുത്തും ഉണ്ടാവും കിഷാൻ, ഇല്ലാതെ ഉണ്ടാവില്ല. അച്ഛൻ കയ്യിൽ ഉണ്ടാവും എന്തായാലും. ഒന്ന് അന്വേഷിച്ച് നോക്കുക. അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ ഏട്ടൻ്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലൊക്കെ ഉണ്ടാവും. ഡിക്ഷണറി ഇല്ലാതെ വീടുകളിൽ ഉണ്ടാവില്ല മാക്സിമം. അച്ഛനമ്മയൊക്കെ പഠിച്ചത് കാരണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം അത് ഡിക്ഷണറി കേട്ടോ. അപ്പോൾ ഈ ഡിക്ഷണറി എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ വേർഡ് ഞാൻ അയച്ചു തരുന്നത് 5 വേർഡ് ഡിക്ഷണറിയിൽ തപ്പിയിട്ട് ഡെയിലിയും അതിനെ പഠിച്ചെടുക്കുക. 5 പഠിച്ചാലേ മതി. ഒരാഴ്ച ഒരു ദിവസം 5 എന്ന് വെച്ചാൽ ഒരാഴ്ച 35 വേർഡ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു പാരഗ്രാഫൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വായിച്ചെടുക്കുമ്പോൾ. അതൊക്കെ ഇനി ഓരോ ദിവസം ഞാൻ പ്രാക്ടീസ് തരുന്നുണ്ടാവും. മാക്സിമം നമ്മൾ പഠിച്ചെടുക്കണം. ജനുവരിയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബറിനുള്ളിൽ പഠിച്ചെടുക്കണം. ഇന്നിപ്പോൾ സെപ്റ്റംബർ 15, 16 ഇന്ന് കേട്ടോ. ഏകദേശം ഒരു എത്ര മാസമുണ്ട്? ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ? ഇത് സെപ്റ്റംബർ അല്ലേ? 3 മാസം തന്നെ ശരിക്കുള്ളൂ നമുക്ക്. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, വേഗം പഠിച്ചെടുക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ അത് സ്റ്റാൻഡേർഡായിട്ട് തന്നെ പഠിച്ചു പോവുക. കുറേ പ്രാക്ടീസ് എടുക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ പഠിത്തവും മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. അപ്പോൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ശരി, ഇപ്പോൾ ഇത് എഴുതിയെടുത്തോ? ഫ്രാക്ഷൻ 3 ടൈപ്സ് എന്തൊക്കെയാണ്? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഞാൻ എഴുതിയത് എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്പെല്ലിംഗ് മനസ്സിലായില്ല എങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. എഴുതിയെടുത്തോ? എഴുതിയെടുക്കൂ. എഴുതിയെടുത്തവർ എസ് എന്ന് പറയൂ. Yes. Yes, okay. ശരി, മാറ്റട്ടെ എന്നാ, സ്ലൈഡ് മാറ്റട്ടെ. ഓക്കെ. ഇതിപ്പോൾ ഫാസ്റ്റ് എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഞാൻ അയച്ചു തരും, നിങ്ങൾക്ക് 3 പേർക്കും. അപ്പോൾ എഴുതാൻ വിട്ടുപോയതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വീണ്ടും പ്ലേ ചെയ്തിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ. സോ ഈ ഫ്രാക്ഷൻ പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഞാനൊരു ബോക്സ് വരയ്ക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8. ഇതിൽ ടോട്ടൽ എത്ര ബോക്സുകൾ ഉണ്ടെന്ന് ഒന്ന് കൗണ്ട് ചെയ്യൂ.
എത്രയുണ്ട്? 8. 8 ഉണ്ട്. അപ്പോൾ 8. ഈ ടോട്ടൽ നമ്പർ വരുന്നില്ലേ, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴെയാണ് എഴുതുന്നത് ട്ടാ. ഇതിൽ 2 മാത്രം ഞാൻ ഷാഡോ ചെയ്ത് കൊടുക്കുന്നു. അപ്പം മേലെ ഞാൻ എന്താ എഴുതേണ്ടത്? 2 എന്ന് എഴുതണം ട്ടാ. 6. ആ, അപ്പോൾ നമ്മൾ എത്ര ടോട്ടലായിട്ടുണ്ടോ അതിനെ എപ്പോഴും എന്ത് ചെയ്യണം? താഴെ എഴുതി കൊടുക്കണം. അതിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാനിവിടെ സ്ലൈഡായിട്ട് ലൈൻസ് വരയ്ക്കുക ചെയ്തത്. ചില ക്വസ്റ്റ്യനിൽ വന്നിട്ട് ഇത് ഡാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. 2 ബോക്സ് മാത്രം ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കാണും നിങ്ങൾക്ക്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കൗണ്ട് ചെയ്യുക. ഡാർക്ക് ആവാം, ഡോട്ടഡ് ആവാം ട്ടാ. കുഞ്ഞു കുഞ്ഞു ബോക്സ് ആക്കിയിട്ട് തന്നെ ബോക്സിനുള്ളിൽ തരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ പറയുന്ന ടോട്ടൽ ബോക്സുകളുടെ എണ്ണം താഴെ എഴുതുക, ഡാർക്ക് ചെയ്തതിന് മേലെ എഴുതുക കേട്ടോ. ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതുന്നുണ്ടേ. ഇതിൽ എത്ര ബോക്സുകൾ, എത്ര ട്രയാങ്കിൾ ഉണ്ട് പറയൂ കിഷാൻ. കിഷാൻ പറയൂ, എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4. ഓക്കെ, അപ്പോൾ 4 ഞാൻ എന്ത് ചെയ്യുന്നു? താഴെ എഴുതുന്നു. ജസ്റ്റ് ഞാൻ ഇത് മാത്രം ഡാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ എന്താ എഴുതേണ്ടത് അവന്തിക? ഇവിടെ ഞാൻ എന്താ എഴുതി കൊടുക്കേണ്ടത്? 1. ഇനി അടുത്തത് ദിയ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിലിപ്പോൾ എത്ര ബോക്സ് ഉണ്ട്, എത്ര പോർഷൻസ് ഉണ്ട്, എത്ര പാർട്ട് ഉണ്ട് ഇതിൽ? ദിയ പറയൂ, നന്നായി നോക്കി പറയൂ. എത്ര പാർട്ട് ഉണ്ട് ഇതില്? ഇപ്പൊ പിസ്സ 4. ഓക്കെ, 1 2 3 4 4. ഈ 4 ഞാൻ ന്യൂമറേറ്ററിൽ എഴുതണോ ഡിനോമിനേറ്ററിൽ എഴുതണോ? ഇതാണ് ന്യൂമറേറ്റർ, ഇതാണ് ഡിനോമിനേറ്റർ. ഇപ്പൊ പറയൂ ഏതിൽ എഴുതേണ്ടത്? ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. ടോട്ടൽ പാർട്സ് ഇതിൽ എഴുതേണ്ടത്. ടോട്ടൽ പാർട്സ് പറയുന്നത് 1 2 3 4 ആണ്. ന്യൂമറേറ്ററിലല്ല എഴുതേണ്ടത് കേട്ടോ, ഡിനോമിനേറ്ററിലാണ് എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ 7 ബോക്സ് ഇല്ലേ ഈ ഒരു ഇതിൽ? അതിന് അല്ല 8 ബോക്സ് ഉണ്ടായിരുന്നില്ല, 8 താഴെയിൽ എഴുതിയത്. അതുപോലെ 1 2 3 4 ഇതിൽ 4 ബോക്സ് ഉണ്ടായിരുന്നില്ലേ? അപ്പം 4 താഴെയിൽ എഴുതിയത് ഞാൻ. അതുപോലെ ഇതിൽ 4 പാർട്സ് ഉണ്ട്, അതിനെ എവിടെ എഴുതണം? ഡിനോമിനേറ്ററിലാണ് എഴുതേണ്ടത്. ഇനി ഇത് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് കറുപ്പിക്കുന്നു. ഇപ്പം പറയൂ ന്യൂമറേറ്ററിൽ ഞാൻ എത്ര എഴുതേണ്ടത്? ഇപ്പോൾ ദിയ പറയൂ, ന്യൂമറേറ്ററിൽ ഞാൻ എത്ര എഴുതേണ്ടത്? 5. അല്ല, കിഷാൻ പറയൂ. 1. നോക്കടാ ദിയ, ശ്രദ്ധിച്ചോ, 4 പാർട്ട് ഉണ്ട് ഇതിൽ കേട്ടോ. അതിൽ ഷാഡോ ആക്കിയത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഈ മേലെ എഴുതി കൊടുക്കണം. അപ്പം ഇതിൽ 8 പാർട്ട് ഉണ്ടായിരുന്നില്ലേ, 8 ബോക്സ് ഉണ്ടായിരുന്നില്ലേ? 8 താഴെ എഴുതി കൊടുത്തു. ഇതിൽ 2 ബോക്സ് മാത്രമാണ് ഷാഡോ ആക്കിയത്, അത് ഞാൻ മേലെ എഴുതി കൊടുത്തു. ഇനി അവന്തിക ശ്രദ്ധിക്കൂ, ഇതിൽ ഈ ഒരു സംഭവത്തിൽ 4 ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അപ്പം 4 താഴെ എഴുതി. ഈ ഇതിൽ ഒരേ ഒരു ബോക്സ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തു? കറുപ്പിച്ചത്. അപ്പോൾ 1 മേലെ എഴുതി കൊടുത്തു. അതുപോലെ ഈ സർക്കിളിൽ 4 പോർഷൻ ഉണ്ട്, 4 താഴെ എഴുതി കൊടുത്തു. കറുപ്പിച്ചത് മാത്രം എന്ത് ചെയ്തു? മേലെ എഴുതി കൊടുത്തു. ഇപ്പം മനസ്സിലായോ ദിയ? ഓക്കെ ദിയ. കിഷാൻ, ഇതിലിപ്പോൾ എത്ര ബോക്സ് ഉണ്ട്? ഇപ്പം ഞാൻ വരച്ചതിൽ എത്ര ബോക്സ് ഉണ്ട്? 10. ഓക്കെ, ഓക്കെ. ഇനി ആരാ പറയുക ഇത് ഫ്രാക്ഷൻ ആക്കിയിട്ട് ഞാൻ എഴുതണം? എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കി എഴുതുക പറയൂ? ഈ രൂപത്തിൽ പറയണം എനിക്ക്. ഇവിടെ
എന്താ ആൻസർ വരിക പറയൂ. ആർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റണമെന്ന് നോക്കാം. ഇവിടെ ഫ്രാക്ഷനിൽ പറയണേ. 5 ആ പറയൂ. 5/10. ഇതാരപ്പ പറഞ്ഞേ? അവന്തിക. അവന്തിക. ശരി, കിഷാൻ പറയൂ. കറക്റ്റ് ആൻസർ എന്താ? ഇത് തന്നെ 5/10. ദിയ കറക്റ്റ് ആൻസർ പറയൂ. ടോട്ടൽ ആയിട്ടുള്ള ബോക്സ് താഴെ എഴുതി കൊടുക്കണം. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര ബോക്സ് ഉണ്ട് പറയൂ ഇതില്? 5/10. യെസ്, കറക്റ്റ് 5/10. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഈ ഒരു ക്വസ്റ്റ്യൻ? മനസ്സിലായോ? ഓക്കെ, ഇത് എഴുതിയെടുക്കൂ. വൃത്തിയായിട്ട് എഴുതിയെടുക്കൂ. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറയൂട്ടോ എഴുതിയെടുത്തു എന്ന്. എഴുതി. കിഷാൻ എഴുതി കഴിഞ്ഞോ? അവന്തിക? ഓക്കെ, അടുത്ത ഇത് പറഞ്ഞുതരാം. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര ടൈപ്പ് എന്നാ പറഞ്ഞത് കിഷാൻ? എത്ര ടൈപ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്? കുറച്ച് മുന്നിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാക്ഷൻ എത്ര ടൈപ്പാണ്? 3 ആണോ 4 ആണോ? എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ പറ്റും. 3 ടൈപ്സ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെ ടൈപ്സ് എന്ന് നമ്മൾ നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈപ്പിനെ എഴുതിക്കോളൂ, പ്രോപ്പർ ഫ്രാക്ഷൻ. രണ്ടാമത്തെ ടൈപ്പ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. മൂന്നാമത്തെ ടൈപ്പ് മിക്സഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇങ്ങനെ 3 ടൈപ്പാണ് വരുന്നത്. പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്. എഴുതിയാ? മൂന്ന് പേരും എക്സാം അപ്ലൈ ചെയ്തു എന്നാ എന്നോട് പറഞ്ഞത്. 3 പേര് അപ്ലൈ ചെയ്തല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പാണെന്ന് പറഞ്ഞില്ലേ? കിഷാൻ വായിക്കൂ, എന്തൊക്കെ ടൈപ്പാണ് കിഷാൻ? വായിക്കൂ. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ. ദിയ വായിക്കൂ, എന്തൊക്കെ ഫ്രാക്ഷൻ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ? മിക്സർ നമ്മൾ കഴിക്കില്ലേ? മിക്സ്ചർ എന്ന് കഴിക്കില്ലേ നമ്മൾ?
കടലയും ഇതൊക്കെ ഇട്ടിട്ട് അത് മിക്സായി അല്ലേ കിടക്കുന്നത്, അതുപോലെയാണ് ഇതും. മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനാണ്, അതാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവന്തിക വായിക്കൂ. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ 3 ഫ്രാക്ഷൻസ് ആണ് വരുന്നത്. ഇതിന് എന്താണ് വ്യത്യാസം? ആദ്യം നമ്മൾ ആദ്യത്തെ പഠിക്കാം, പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു സംഖ്യ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു. എഴുതി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പേര് എന്തെന്നാ പറഞ്ഞു ഞാൻ? ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ. ഇതോ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ. കിഷാൻ ഇതൊന്ന് വായിക്കൂ, ഇത് വായിക്കൂ. ന്യൂമിനേറ്റർ, ന്യൂമറേറ്റർ. 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 ഇതോ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ പറയൂ. ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ. അവന്തിക വായിക്കൂ. ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ? അപ്പം ന്യൂമറേറ്റർ പറഞ്ഞാൽ മേലെ നമ്മൾ എഴുതി കൊടുക്കുന്ന സംഖ്യ, ഡിജിറ്റ്. താഴെ എഴുതി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡിനോമിനേറ്റർ എന്ന് കേട്ടോ. സോ നമ്മളുടെ വാല്യൂ എപ്പോഴും നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസ് ഇങ്ങനെ വാല്യൂ തന്നിട്ട് നമ്മളോട് പറയും ഇതിലേതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ, ഏതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഏതാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ സംഖ്യ ഉണ്ടല്ലേ, ഈ മേലെ എഴുതുന്ന സംഖ്യ ഉണ്ടല്ലേ, എപ്പോഴും കുഞ്ഞതായിരിക്കും. ഏതിനേക്കാളും എന്ന് നോക്കുമ്പോൾ താഴെ എഴുതുന്ന സംഖ്യേനേക്കാളും. ഞാനിവിടെ എഴുതി വെക്കാം. ന്യൂമറേറ്റർ എപ്പോഴും പ്രോപ്പർ ഫ്രാക്ഷനിൽ ചെറുതായിരിക്കും. ഏതിനേക്കാളും? ഡിനോമിനേറ്ററിനേക്കാളും. 3 ചെറുതല്ലേ 2 എന്ന് പറയുന്ന സംഖ്യ അല്ലേ കിഷാൻ? ആണ്. 3 എന്ന് പറയുന്നത് 2 വലുതല്ലേ അവന്തിക? ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവണം? മൊത്തത്തിൽ മേലത്തെ എഴുതിയ സംഖ്യ താഴത്തേക്കാളും ചെറുതായിരിക്കണം, ഇല്ലെങ്കിൽ താഴത്തെ സംഖ്യ മേലത്തേക്കാളും വലുതായിരിക്കണം. എങ്ങനെയും പറഞ്ഞാലും 2 മീനിങ് സെയിം ആണ്. സോ എങ്ങനെ പറയാം നമ്മൾ? ന്യൂമറേറ്റർ ഇസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. ഈ സിമ്പിളിൻ്റെ പേരെന്താ? ഇസ് ലെസ് ദാൻ. ലെസ് ദാൻ. എന്താ വായിക്കൂ? 3 പേരും പറയൂ, ഇതെന്താ? ഈ സിമ്പിളിൻ്റെ പേരെന്താ? ലെസ് ദാൻ. ലെസ് ദാൻ, ചെറുത് എന്ന് പറയുന്നതാണ് ലെസ് ദാൻ. ഓക്കെ, സോ ഇത് എഴുതിയെടുക്കൂ. പറഞ്ഞത് ഇപ്പം ഇത്രയും നേരം പറഞ്ഞതൊക്കെ എഴുതിയെടുക്കൂ. എഴുതി. ഓക്കെ, എഴുതി കഴിഞ്ഞു. എഴുതി. ഓക്കെ, സ്പെല്ലിംഗ് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഇത് 6 ആണ് കേട്ടോ, ഇത് 6 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇത് O ആണ്. ഓക്കെ, ശരി. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനിൽ എപ്പോഴും ന്യൂമറേറ്റർ ഇസ് ലെസ് ദൻ, ചെറുതായിരിക്കണം ഇതിനേക്കാളും ഡിനോമിനേറ്ററിനേക്കാളും. ശരി, ഞാൻ കുറച്ച് ഫ്രാക്ഷൻസ് ഇവിടെ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഓക്കെ, ഇതിലേതൊക്കെയാണ് നിങ്ങൾ പറയണം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് ചോദിക്കുക, ഒരാളിനെ വിളിച്ച് ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ എന്ന് ഞാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സേ എസ് ആർ നോ, അത്ര തന്നെ. സോ ഫസ്റ്റ് കിഷാൻ പറയൂ, 7/8 പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? ആണ്. ഓക്കെ. അവന്തിക, സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ?
ആ ദിയ, മൂന്നാമത്തത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? ദിയ യെസ് പറയൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? യെസ് ആണോ? ഒന്നുകൂടി നോക്കൂ. പ്രോപ്പർ ഫ്രാക്ഷൻ എപ്പോഴും വലിയ വലിയ നമ്പർ താഴെ വരണം, ചെറിയ നമ്പർ മേലെ പോകണം. ഇതങ്ങനെയാണോ ഉള്ളത്? അല്ല അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? അല്ല അല്ല. കിഷാൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അവന്തിക. അല്ല യെസ്, സൂപ്പർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ദിയ. എന്താ പറഞ്ഞേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യന് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ അത്? അല്ല അല്ല. സൂപ്പർ. ഇപ്പം മനസ്സിലായില്ലേ? ശരി. നമ്മൾ ഈ റോങ് ഇട്ട് കൊടുത്തില്ലേ, ഈ നമ്പറിലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവണത്? എല്ലാം മേലത്തെ നമ്പറാണ് വലുത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇതൊന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഖ്യകൾ ഉണ്ടല്ലേ, പ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ടല്ലേ, ഇതിൻ്റെ വാല്യൂ നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യില്ലേ. 7നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ന്യൂമറേറ്ററാണ് നമ്മൾ ഉള്ളിൽ എഴുതി കൊടുക്കുക ഡിവിഡൻ്റായിട്ട്. പുറത്ത് നമ്മൾ 8നെയാണ് ഇവിടെ എഴുതി കൊടുക്കുക ഡിവൈസറായിട്ട്. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ കോഷ്യൻ്റ് എന്ന് പറയില്ലേ, കോഷ്യൻ്റ് എപ്പോഴും വാല്യൂ നോക്കുമ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും ആൻസർ. ഇവിടെ വരുന്ന ആൻസർ ഉണ്ടാവില്ലേ, ഈ മേലെ ഭാഗത്ത് വരില്ലേ ആൻസർ കോഷ്യൻ്റ്. ആ കോഷ്യൻ്റ് എപ്പോഴും 1 എന്ന് പറഞ്ഞ വാല്യൂ ഒന്ന് ചെറുതായിരിക്കും എപ്പോഴും ട്ടാ. ഒന്നുണ്ടല്ലേ നമ്പർ, അതിനേക്കാളും വാല്യൂ ചെറുതായിരിക്കും. മീൻസ് 0 സംതിങ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക എപ്പോഴും. ഈ പ്രോപ്പർ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ എപ്പോഴും എങ്ങനെ ഉണ്ടാവും? 1നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ 1നേക്കാളും ചെറുതായിരിക്കും. 7/8 ഡിവൈഡ് ചെയ്താൽ 1നേക്കാളും ചെറുത്. അതേമാതിരി 3/7 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്നത് 0.75. അതേപോലെ ഇത് 0.5 ട്ടാ. ഇതോ 1. ഇത് വരില്ല. ഇത് എത്ര വരുന്ന വെച്ചാൽ 0.8 സംതിങ് വരും. ആ പറയൂ, എന്താണ് എന്താടാ? ഇതൊന്ന് എഴുതിയെടുക്കൂ. ഒരു മിനിറ്റ് എഴുതാൻ വരട്ടെ. ബാക്കി നമ്മൾ ഇങ്ങനെ റോങ് ഇട്ട് കൊടുത്തില്ലേ, ഈ റോങ് ഇട്ട് കൊടുത്തത് എന്ത് കാരണം? ഇതിൽ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിനേക്കാളും വലുതായത് കാരണമാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുക. ന്യൂമറേറ്റർ വാല്യൂ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണ് എങ്കിൽ അതിനെ പറയുന്നതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിനെ പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇതെന്താണ്? പ്രോപ്പർ ഫ്രാക്ഷൻ. എഴുതിയെടുത്തോളൂ കേട്ടോ. ഇതിൻ്റെ വാല്യൂ എപ്പോഴും 1നേക്കാളും വലുതായിരിക്കും. ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 2.5 വരിക. ഇവിടെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 4 ആണ്. 4 1നേക്കാളും വലുതല്ലേ. അതേപോലെ ഇംപ്രോപ്പർ ഇതിൻ്റെ വാല്യൂ 1.1 ആണ്. ഇതെപ്പോഴും 1നേക്കാളും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1നേക്കാളും വലുതായിരിക്കും വാല്യൂ. അതും കൂടി എഴുതിയെടുത്തോളൂ. ഇപ്പോൾ പറഞ്ഞതൊക്കെ എഴുതിയെടുത്തോളൂ.
എഴുതി. യെസ്, ഓക്കെ. കിഷാൻ എഴുതി കഴിഞ്ഞു. അവന്തികയും ദിയയും എഴുതി കഴിഞ്ഞു. എഴുതിയാ? ഓക്കെ. ഇനി വീണ്ടും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദിയ പറയൂ. 17/12 പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. സൂപ്പർ. കിഷാൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയൂ. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പ്രോപ്പർ. പ്രോപ്പർ. അവന്തിക, ആറാമത്തെ ക്വസ്റ്റ്യൻ പറയൂ. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ഇംപ്രോപ്പർ. നന്നായി നോക്കി പറയടാ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആട്ടാ. ഇംപ്രോപ്പർ പറഞ്ഞാൽ മേലത്തെ സംഖ്യ താഴത്തെ സംഖ്യനേക്കാളും വലുതായിരിക്കും. പ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്. പ്രോപ്പർ ഫ്രാക്ഷൻ. ദിയ, നാലാമത്തെ ക്വസ്റ്റ്യൻ. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ഏതിടാ? പ്രോപ്പർ. പ്രോപ്പർ. കിഷാൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? 3. ഇംപ്രോപ്പർ. അവന്തിക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? അവന്തിക, ഇംപ്രോപ്പർ. ഇംപ്രോപ്പർ. സൂപ്പർ. ഇംപ്രോപ്പറിൻ്റെ വാല്യൂ എപ്പോഴും, വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ കേട്ടോ. ഇതിനെ ഡെസിമലിക്ക് മാറ്റുന്ന വാല്യൂ. ആ വാല്യൂ എപ്പോഴും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ഒന്നിനേക്കാളും വലുതാകുമോ ചെറുതാകുമോ? അവന്തിക പറയൂ. ഇപ്പോൾ 12/7 ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുന്നു. എങ്ങനെ മാറ്റുക? 12നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു തവണ 7 എഴുതി കൊടുത്തു, ബാലൻസ് 5 വന്നു. വീണ്ടും നമ്മൾ പോയിൻ്റ് വയ്ക്കും അല്ലേ? പോയിൻ്റ് വയ്ക്കില്ലേ? 0 ചേർത്തണം. ചേർത്തി 7 തവണ 7 49, ബാലൻസ് 1. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഈ വാല്യൂ എന്ന് പറയണത് നമുക്ക് ഒന്നിനേക്കാളും വലുതാണോ ചെറുതാണോ? ഈ 1.07 പറയണത് ഒന്നിനേക്കാളും വലുതാണോ ചെറുതാണോ? പറയൂ. ഇങ്ങനെ എഴുതണോ ഇങ്ങനെ എഴുതണോ? ഗ്രേറ്റർ ദെൻ സിമ്പിൾ എഴുതണോ ലെസ് ദെൻ സിമ്പിൾ എഴുതണോ? ഈ ബോക്സിൽ ഗ്രേറ്റർ ദാൻ. യെസ്, കറക്റ്റ്. ഗ്രേറ്റർ ദെൻ സിമ്പിൾ എഴുതണം. ഓക്കെ. Zero 7 into 7 49.7. ഇവിടെ 0 വരില്ല കേട്ടോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തതാണ്? ഇവിടെ 0 വരില്ല കേട്ടോ. വെറും 7 മാത്രമേ തന്നെ വരും. ഇവിടെ പോയിൻ്റ് വെച്ചു, നമ്മളിവിടെ 0 ചേർത്തിട്ടാ. പോയിൻ്റ് വെച്ച് ഇവിടെ 0 ചേർത്തി. 7 49, ബാലൻസ് 1 കേട്ടോ. അപ്പോൾ നോക്കൂ, വീണ്ടും നമ്മൾ ഇങ്ങനെയല്ല, ഇതാണ് കറക്റ്റ്. സോ അങ്ങനെ ഇരിക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.7നെ വീണ്ടും നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 11.9 വരുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത്
എന്തെന്ന് കോഷ്യൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരി, അപ്പോൾ എപ്പോഴും നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ നമുക്ക് എപ്പോഴും എങ്ങനെ ഉണ്ടാവും, ഒന്നിനേക്കാളും വലുതായിരിക്കും വാല്യൂ. അതേ പ്രോപ്പർ ഫ്രാക്ഷനിൽ ഒന്നിനേക്കാളും ചെറുതായിരിക്കും വാല്യൂ കേട്ടോ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെസിപ്രോക്കൽ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ. മെയിനായിട്ട് നമ്മൾ പഠിച്ചത് ഫ്രാക്ഷൻ വന്നിട്ട് പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇതിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. മിക്സഡ് ഫ്രാക്ഷൻ ഇത് എഴുതിയെടുത്തോരുന്നോ നിങ്ങൾ? ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോളൂ കേട്ടോ ഒന്ന്. എഴുതിയെടുത്താ? എഴുതി. ഓക്കെ, അവന്തിക, ദിയ രണ്ടുപേരും എഴുതിയോ? എഴുതി. ഓക്കെ. സോ നമ്മൾ ഇപ്പോൾ 2 ഫ്രാക്ഷൻ പഠിച്ചില്ലേ? ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ കൂടി എനിക്ക് എഴുതാനുണ്ട്. എന്നാൽ എഴുതിക്കോളൂ, വേഗം എഴുതണം കേട്ടോ. എഴുതിയാ അവന്തിക? ദിയ? മാം ഇനി ഒന്നും കൂടി ഉള്ളൂ. ഓക്കെ, ഇത് ഇവിടെ 0 മാറ്റിക്കൊള്ളൂ കേട്ടോ. ഞാൻ തെറ്റിയിട്ട് എഴുതിയതാണ്. ഇവിടെ 0.7 അല്ല 1.7 1.7 സംതിങ് വരും. ഇവിടെ ഒന്നുകൂടി 0 എഴുതിയിട്ട് 1 എഴുതിയിട്ട് 7 എഴുതിയിട്ട് ബാലൻസ് 3 വരും. അങ്ങനെ പോയിട്ടേ ഇരിക്കും. സോ 1.71 ആണ് ആൻസർ ഇവിടെ വരിക. കിഷാൻ ഇത് വാല്യൂ ശ്രദ്ധിച്ച് എഴുതിക്കോളൂ കേട്ടോ. അവന്തിക, ദിയ 3 പേരും വാല്യൂ ശ്രദ്ധിച്ച് എഴുതിക്കോളൂ. 1.71 എന്നാണ് വരിക. എഴുതിയടാ? എഴുതി. അടുത്തത് നമുക്ക് പോവാം മിക്സഡ് ഫ്രാക്ഷൻ കേട്ടോ. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായി മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മിക്സഡ് ഫ്രാക്ഷൻ? ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ എല്ലാ മിക്സഡ് ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. എല്ലാ മിക്സഡ് ഫ്രാക്ഷനും എങ്ങനെ ഉണ്ടാവും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ശരി, ദിയ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഒരു നമ്പർ പറഞ്ഞിട്ട് പറയൂ നോക്കട്ടെ. ദിയ പറയൂ,
ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതാൻ പറ്റുന്ന ഒരു നമ്പർ പറയൂ. ഏതെങ്കിലും മേലെ ഒരു വാല്യൂ വലുതായിരിക്കണം, താഴെ എഴുതുന്ന വാല്യൂ ചെറുതായിരിക്കണം. അങ്ങനെ ഒരു വാല്യൂ പറയൂ. ചെറുത് താഴെ എഴുതേണ്ടത് 6, ആ, പിന്നെ മേലെ എഴുതേണ്ടത് 20. ഓക്കെ. ഇനി അവന്തിക പറയൂ, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഏതെങ്കിലും ഒരു വാല്യൂ പറയൂ. സൂപ്പർ. ഇനി അടുത്തത് കിഷാൻ ഒരു വാല്യൂ പറയൂ. ആ, പറയൂ. 13 മേലെയും 6 താഴെയും. 13 മേലെയും 6 താഴെയും. ഓക്കെ. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ആക്കാൻ പോകണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. ആദ്യം നമ്മുടെ ഡിവിഡൻറ്റിനെ സെൻറ്ററിൽ എഴുതി, ഡിവൈസറിനെ ഇവിടെയും എഴുതി. ഇനി 20 2ൽ 6 ഉണ്ടോ? 2ൽ 6 ഉണ്ടോ? 2ൽ 6 ഉണ്ടോ? 2ൽ 6 പോവോ? പോവില്ല അല്ലേ? 2ൽ 6 ഇല്ല. ഇനി അടുത്ത സംഖ്യയും കൂടി നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പം 20ൽ 6 എത്ര തവണയുണ്ട്? എങ്ങനെ അറിയാം 20ൽ 6 എത്ര തവണയുണ്ടെന്ന്? അതിൻ്റെ ടേബിൾ പറഞ്ഞ് നോക്കുക കേട്ടോ. സോ 1 6 are 6, 2 6 are 12, 3 6 are 18, 1 6 6, 2 6 12, 3 6 18 അല്ലേ? 4 6 24. നമുക്ക് ആകെ കൂടി ഇവിടെ 20 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഏതാ എടുക്കേണ്ടത്? ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത് പറയൂ. ഇവിടെ എത്രയാണ്? 20ന്റെ ഉള്ളിൽ വരുന്ന സംഖ്യ. ആ, യെസ്, കറക്റ്റ്. 20ന്റെ ഉള്ളിൽ വരുന്ന സംഖ്യ 20ന്റെ അടുത്തും വരണം. അപ്പോൾ ഏത് നമ്പറാണ് വരേണ്ടത്? ഈ ഒരു റോ ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? 3 എഴുതി കൊടുക്കേണ്ടത്. 3 6 are 18. 3 6 are 18 എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത് ദിയ? 20ന്ന് 18നെ കൂട്ടണോ കുറയ്ക്കണോ? കുറയ്ക്കുക. അവന്തിക പറയൂ, കൂട്ടണോ കുറയ്ക്കണോ? കുറയ്ക്കണം. കിഷാൻ പറയൂ, കൂട്ടണോ കുറയ്ക്കണോ? യെസ്, കറക്റ്റ്, കുറയ്ക്കണം. 20ന്ന് 18 പോയാൽ എത്ര എനിക്കിവിടെ എഴുതാൻ പറ്റുക? 20ന്ന് 18നെ കുറച്ചാൽ ഇവിടെ എത്ര വരും? 2 വരും. ഈ 10നെ ഈ 0ത്തിനെ 10 ആക്കി എടുക്കും, ഈ 2നെ 1 ആക്കി എടുക്കും. 10ന്ന് 8 പോയാൽ 2, 1ന്ന് 1 പോയാൽ 0. അങ്ങനെ 0 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇപ്പം നോക്കൂ, 0 എഴുതണം എന്നില്ല കേട്ടോ. നമ്പറിൻ്റെ മുന്നിൽ 0 എഴുതണം എന്നില്ല. സോ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതാൻ നോക്കിക്കോളൂ കേട്ടോ. ആദ്യം 20നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ കോഷ്യൻ്റ് എത്ര കിട്ടിയോ അത് ആദ്യം എഴുതണം കേട്ടോ. ഈ 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടിയത്. ഇനി നമുക്ക് ബാക്കി എത്ര കിട്ടി? 2 കിട്ടി. ഇതിനെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2/6 എന്ന് എഴുതി കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ പേര് റിമൈൻഡർ. മലയാളത്തിൽ സിസ്റ്റം എന്ന് പറയും, റിമൈൻഡർ. ഇതിൻ്റെ പേര് ഇതെന്താണിത്? ഡിവൈസർ. ഇത് കോഷ്യന്റ്. ഇത് റിമൈൻഡർ, ഇത് ഡിവൈസർ, ഇത് കോഷ്യന്റ്. ക്ലിയർ? മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് നമ്മൾ വിളിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന്. ഒരു തവണയും കൂടി പറഞ്ഞു തരാം, നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. 20 ആദ്യം എഴുതുക. ലെഫ്റ്റ് സൈഡിൽ 20 ഡിവിഡൻഡ് കേട്ടോ. ഡിവിഡൻഡ് എഴുതിയെടുക്കൂട്ടാ, ഡിവിഡൻഡ് എന്ന്. ഡിവിഡൻഡ് എഴുതിയെടുക്കൂ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കൂ, ഫുള്ളായിട്ട് എഴുതിയെടുക്കൂ.
ഡിവിഡൻഡ് ആണ്. ഡി ആണ് കേട്ടോ, അത് ഡി ആണ്, ഡി ആണ് ഡിവിഡൻഡ്. 26. ഇതേപോലെ ഈ 2 ക്വസ്റ്റ്യനും ചെയ്യൂ, 2 പേരും ചെയ്യൂ, അല്ല 3 പേരും ചെയ്യൂ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, സെക്കൻഡ്, തേർഡ് ഇതേപോലെ എഴുതി. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും 3 പേരും കംപ്ലീറ്റ് ചെയ്യൂ. എഴുതി. 3 പേര് എഴുതിയ. കിഷൻ കംപ്ലീറ്റ് ചെയ്താ? എഴുതി. അവന്തിക കംപ്ലീറ്റ് ചെയ്താ? അല്ല, ഞാൻ പറഞ്ഞത് ഈ 2 ക്വസ്റ്റ്യനും സോൾവ് ചെയ്യണം നിങ്ങൾ. 10/5 13/6 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതേപോലെ ചെയ്തിട്ട് ആൻസർ പറയണം, മിക്സഡ് ഫ്രാക്ഷനിൽ പറയണം. എന്നിട്ട് ചെയ്യൂ. എഴുതിയോ? 10/5 മിക്സഡ് ഫ്രാക്ഷൻ എന്താ വന്ന്? മിക്സഡ് ഫ്രാക്ഷൻ എത്രയാ വന്ന്? 2 മിക്സഡ് ഫ്രാക്ഷൻ അല്ലല്ലോ. 0. നിങ്ങൾക്ക് കിട്ടിയിരിക്കേണ്ടത് 2 0/5 എന്നാണ് കിട്ടിയിരിക്കേണ്ടത്. ഇത് റിമൈൻഡർ, ഇത് ഡിവൈസർ, ഇത് കോഷ്യന്റ്. ഇങ്ങനെയാണോ കിട്ടിയത്? കിഷാൻ പറയൂ. കിഷാൻ അല്ല. അല്ല. ദേക്ക് കിട്ടിയോ? ഇല്ല. അവന്തികയ്ക്കോ? അവന്തിക കിട്ടിയോടാ നിനക്ക്? ഇല്ല. ശരി, ഇനി ഈ ക്വസ്റ്റ്യൻ ഇത് എഴുതിയെടുത്തോളൂ. ഇപ്പം ഞാൻ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി അതെങ്ങനെ കിട്ടിയെന്ന്. 10നെ 5 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 5s are 10 എന്ന് വരും. 10ന്ന് 10 കുറച്ചാൽ 0 നിങ്ങൾക്ക് റിമൈൻഡർ വരിക. ഇതാണ് സിസ്റ്റം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത്. ഇത് കോഷ്യന്റ്. അല്ല, സോറി, ഇതാണ് കോഷ്യന്റ്. അയ്യോ സോറി, ഇത് കോഷ്യന്റ്, ഇത് ഡിവൈസർ. ഓക്കെ, അപ്പം ഞാൻ റിമൈൻഡർ ഇവിടെ എഴുതി, ഇവിടെ എഴുതി, താഴെ ഡിവൈസർ ഇവിടെ എഴുതി. ഇതെന്താണ്? കോഷ്യന്റ്. ഇങ്ങനെ എഴുതണം. ഇനി 13/6 നിങ്ങൾ ചെയ്തിട്ട് ആൻസർ പറയൂ. എത്രയാ കിട്ടുന്ന ആൻസർ പറയൂ. എത്രയാ വന്ന്? 1 ഇല്ലല്ലോ. 13നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. എന്നിട്ട് ഇവിടെ എന്ത് വരുന്നു, താഴെ എന്ത് വരുന്നു എന്ന് പറയൂ.
അത് വെച്ചിട്ട് ഇതേ സ്ട്രക്ചറിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് പറയും. എത്ര വരണോ? 1/6. 2 1/6. ആരാ ആൻസർ ചെയ്ത്? അവന്തിക. സൂപ്പർ അവന്തിക, സൂപ്പർ. 2 1/6 കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. സോ ഇവിടെ 13നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് 2 6 ആർ 12 കിട്ടും. ഈ 13ന്ന് 12നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. സോ ആദ്യം നമ്മൾ എഴുതേണ്ടത് കോഷ്യൻ്റ് ആണ്, അത് 2 എഴുതി. ഇനി 1 റിമൈൻഡർ മേലെ എഴുതണം, താഴെ ഡിവൈസർ എഴുതണം. കറക്റ്റായിട്ട് പറഞ്ഞു അവന്തിക, സൂപ്പർ അവന്തിക. ഇതെല്ലാവരും എഴുതിയെടുക്കൂ, ഈ 3 ക്വസ്റ്റ്യനും വൃത്തിയായിട്ട് എഴുതിയെടുക്കൂ. എഴുതിയെടുത്താ? ഇല്ല. എഴുതി. ഓക്കെ. ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഇതാദ്യം മനസ്സിലായോ എന്ന് പറയൂ. കിഷാന് മനസ്സിലായോ ഇത്? അവന്തിക പറഞ്ഞു ആൻസർ. ദിയക്ക് മനസ്സിലായോ? ദിയ മാം എനിക്ക് അത്ര മനസ്സിലായില്ല. ആയില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം, എന്നിട്ട് കുറച്ച് വർക്കൗട്ടും കൂടി തരാം. 4ാമത്തെ ക്വസ്റ്റ്യന് 17/12 കേട്ടോ. 17 ഉള്ളിൽ എഴുതുക, ഇതാണ് ഡിവിഡൻഡ്. 12 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് ഡിവൈസർ എന്ന് പറയുന്നത്. നമ്മൾ ഈ 17 ഒരു തവണയാണ് 12 ഉള്ളത് അല്ലേ? 12ൻ്റെ ടേബിളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. സോ ഒരു 12 12, 2 12 എത്രയാണ്? 24. നമുക്ക് ഈ 17ൻ്റെ താഴത്തെ നമ്പർ വേണം നോക്കാൻ. അപ്പോൾ 24 വലുതല്ലേ, അപ്പോൾ താഴത്തെ നമ്പർ എന്ന് പറയുമ്പോൾ ആകെ കൂടി നമുക്ക് കിട്ടുന്നത് ഒരു 12 12 സോ 1 × 12 എത്രയാണ്? 12 എന്ന് എഴുതി. ഇനി നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 5 ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം 17നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് എത്രയാണ് കിട്ടിയത്? 1 കിട്ടി, അത് ഞാൻ എഴുതി. ഈ 5നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ ബാക്കി എഴുതുക. 5നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞ് എഴുതി കൊടുക്കുക. സോ 1 5/12 ആണ് ഈ നമ്പറിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ ആണോ ദിയ? താഴത്തെ മാത്രം ഒന്നും കൂടി പറഞ്ഞുതരോ? ഏത്? ഈ 12? ഇതോ? ഇത് ഞാൻ ടേബിൾ എഴുതിയിരിക്കണം. നിങ്ങൾ വന്നിട്ട് 1 മുതൽ 20 വരെയുള്ള ടേബിൾ പഠിച്ചു വെക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, ഗുണന പട്ടിക മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം നിങ്ങൾ. 1 തൊട്ട് 20 വരെ നിർബന്ധമാണ് കേട്ടോ, പഠിക്കണം. ഓരോരോ ടേബിൾ വീതം പഠിച്ച് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കണം. അപ്പം ഞാൻ പോയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ടേബിളാണ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവന്തിക, കിഷാൻ, ഏതൊക്കെ ടേബിളാണ് പഠിക്കാൻ പറഞ്ഞ്? 2ൻ്റെ മാത്രമല്ലേ പഠിക്കാൻ പറഞ്ഞുള്ളൂ? എത്ര വരെ പഠിക്കാൻ പറഞ്ഞു? 2ൻ്റെ ടേബിള് 20 വരെ പഠിക്കാൻ പറഞ്ഞോ? പഠിച്ചിട്ടുണ്ടോ? അവന്തിക എനിക്ക് അയച്ചു തന്നു കേട്ടോ. അവള് അങ്ങനെ വോയിസ് മെസ്സേജ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ആളെ അയച്ചത്.
കിഷാൻ എനിക്ക് അയച്ചോ? ഇല്ല. ഇല്ല. എന്നാ ഇപ്പൊ പറഞ്ഞോളൂ, 20 വരെ പറയൂ. 7 2 2 2 4 6 4 2 8 5 2 10 6 2 12 7 2 14 8 2 16 9 2 18 10 2 20 12 22 12 2 24 13 2 26 14 2 പോയില്ലേ? 28 ആ 17 2 30 16 2 12 കട്ടായി. 16 2 എത്രയാ? 32. 17 2 34. 18 2 36. 19 2 38. 20 2 40. ഇതുവരെ ദിയ കുട്ടി ഇതുവരെ പഠിച്ചിരിക്കണം. മനസ്സിലായോ? ദിയ സ്ലോ ആയിട്ട് ജോയിൻ ചെയ്തത് കാരണം ദിയക്ക് ഒരു അഡീഷണൽ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നമല്ല, എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും 2ന്റെ ടേബിള് 20 വരെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദിയ എന്ത് ചെയ്യണം? 2ന്റെ ടേബിളും പഠിക്കണം, ബാക്കിയുള്ള 3 പേരും 3ന്റെ ടേബിളും കൂടി പഠിച്ചു വെക്കണം 20 വരെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ചിലപ്പോൾ നാളെ തന്നെ ഞാൻ ക്ലാസ് വെച്ചൊന്നും വരും. അത് കാരണം ഇന്ന് തന്നെ ഇരുന്ന് 3ന്റെ ടേബിളും പഠിച്ചെടുക്കണം. പഠിക്കുവോ ദിയ? ദിയക്ക് എന്തായാലും 10 3 30 വരെ അറിയണ്ടായിരിക്കും അല്ലേ? 3ന്റെ ടേബിൾ 10 വരെ അറിയില്ലേ? 3 പേർക്കും അറിയില്ലേ? അറിയില്ലേ? അവന്തികയ്ക്കും അറിയാൻ സാധ്യത കൂടുതലാണ്. അറിയില്ലേ അവന്തിക? അറിയും. സോ 10 വരെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം? 20 വരെ പഠിക്കണം. സോ 3ന്റെ ടേബിള് 3 11s are 33, 3 12s are 36, അങ്ങനെ പഠിച്ചിട്ട് 20 വരെ 3 20s are 60 ഇതുവരെ പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ 3 പേരോടും ഇങ്ങനെ ഞാൻ ചോദിക്കും. 3 പേരും എനിക്ക് ആൻസർ ചെയ്യണം. സോ അങ്ങനെ ഇരിക്കുക. ദിയ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ പറയാൻ ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 17നെ 12 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ 17ന്റെ ഉള്ളിലുള്ള 12ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ 1 × 12 ആണ് 12 വരുന്നുള്ളൂ. അടുത്ത 2 × 12 എന്ന് വെച്ചാൽ 24ലേക്ക് കടക്കുന്നു. 24 17നേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മളത് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ഇവിടെ എഴുതി കൊടുത്തു. ഒരു 12 എന്ന് ഞാനിവിടെ എഴുതി. ഇനി ഇത് 2 മൈനസ് ചെയ്തപ്പോൾ 5. നമ്മളിത് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം കോഷ്യൻറ്റ്, പിന്നെ റിമൈൻഡർ, അതിൻ്റെ താഴെ ഡിവൈസർ എഴുതി കൊടുക്കണം. എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം കോഷ്യൻറ്റ് എഴുതി കൊടുക്കുക, പിന്നെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് റിമൈൻഡർ, പിന്നെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഡിവൈസർ. കേട്ടോ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്, എഴുതിക്കോളൂ. എഴുതിയിട്ട് നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. 27/8, 27/8 ചെയ്തിട്ട് ആൻസർ പറയാം. ആരാണ് ആദ്യം ഫസ്റ്റ് തീർക്കണം നോക്കാം കേട്ടോ.